താരപ്പകിട്ടിലേക്ക് സ്വാഗതം. താരപ്പകിട്ട് പവേർഡ് ബൈ ഗൾഫ് ഗേറ്റ്സ്. മലയാളികൾക്ക് ഒരുപാട് പാട്ടുകൾ തന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ സർ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും അല്പ അഹങ്കാരത്തോടും കുട്ടൻചേട്ട എന്ന് ഉറക്കെ വിളിക്കുന്ന കുട്ടൻചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം. വെൽക്കം ടു ദ ഷോ. ഹലോ ജയന്തി. ഫേസ്ബുക്കിലും നെറ്റിലുമൊക്കെ ലൈവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഇതിനിടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്ക് പേജ് കണ്ടു, അത് പോസ്റ്റ് കണ്ടു. നമ്മുടെ ശ്രേയക്കുട്ടി ഗോഡ് എന്ന ആൽബത്തിൽ പാടുന്നു. ആക്ച്വലി ആ ആൽബം പിന്നെ ഞാൻ ആൽബത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതൊരു വേൾഡ് വൈഡ് പ്രോജക്റ്റാണ്. എന്താണ് ആ ഒരു ആൽബം? ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം ചെയ്യണം എന്നുള്ളത് ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ചും ഈ കോറൽ മ്യൂസിക്കിനോടുള്ള വളരെയധികം എന്താണ് മനസ്സിലുള്ള പാഷനും ഇഷ്ടമൊക്കെ ഉണ്ട്. അതൊക്കെ പലപ്പോഴും നമുക്ക് സിനിമയിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ വരും. കാരണം അങ്ങനത്തുള്ള സോങ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിനിമയിലെ സംഗീതത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനപ്പുറമായിട്ട് ചിലപ്പം സംഗീതത്തിൻ്റെ പല വൈവിധ്യങ്ങളെയും നമ്മൾ കണ്ടറിയുകയും അതിനെ തൊട്ടറിയുകയും ചെയ്യുന്ന പ്രോജക്ട്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം കൂടുതൽ സത്യം. കാര്യം ഫോറിൻ കൺട്രീസിലൊക്കെ ആൽബം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പം എനിക്ക് തോന്നിയേ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാതി മത അത്തരത്തിലുള്ള വ്യത്യസ്തതകൾക്കും അപ്പുറമായിട്ട് ഈശ്വരനെ തിരിച്ചറിയുന്ന ഒരു ആൽബമാണ്. ഈവൻ ദോ അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബമാണെങ്കിൽ പോലും. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ ഒത്തുചേരുന്ന ഒരു ആൽബമാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ ജിനോ കുന്നുംപുറത്ത്, അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ആൽബമാണത്. അപ്പോൾ അങ്ങനെ ദാറ്റ് ഹാപ്പൻസ് ടു ബി മൈ ഫസ്റ്റ് വൺ ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഏകദേശം 8-9 മാസം കൊണ്ടാണ് നമ്മളത് അതിൻ്റെ വർക്ക് കമ്പോസ് ചെയ്തതും റെക്കോർഡ് ചെയ്തതും. ഇപ്പോൾ നവംബറിൽ അത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കും. കമ്പോസിംഗ് എന്ന് പറയുമ്പം അത് എവിടെ വെച്ചായിരുന്നു? കൊച്ചിയിലായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു? പല സമയത്താണ്. ശരിക്കും കൊച്ചി വെച്ച് ചെയ്തിട്ടുണ്ട്, ചെന്നൈ വെച്ച് ചെയ്തിട്ടുണ്ട്. യേശുനാഥനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനും അദ്ദേഹത്തിൻ്റെ സിദ്ധികളെക്കുറിച്ച് അറിയാനും എങ്ങനെയാണ് മനുഷ്യന് സ്നേഹം ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള ചിന്തകളിലൂടെ ഒരു യാത്രയും കൂടി ഈ ഗോഡ് എന്നുള്ള ആൽബത്തിൻ്റെ കൂടെ തന്നെ പാരലലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലും കൂടെ കുറച്ചും കൂടെ നമ്മൾ ഇൻവോൾവ് ആവുന്ന ഒരു പ്രോജക്റ്റാണ് ഗോഡ്. കുട്ടൻചേട്ടാ, കമ്പോസിങ്ങിന് മുമ്പാണോ അതോ ഈ മ്യൂസിക് റിലീസ് ചെയ്യുമ്പോഴാണോ അതോ സിനിമ റിലീസ് ചെയ്യുമ്പോഴാണോ ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ടെൻഷൻ ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ടെൻഷൻ ഉണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവ് ആവാൻ പറ്റില്ല. സത്യം. നമ്മുടെ മനസ്സ് വളരെ ശാന്തമാവണം. ആ ശാന്തതയുടെ പ്രതലത്തിൽ നിന്ന് മാത്രമേ ഒരു പുതിയ ഒരു ക്രിയേഷൻ ഉണ്ടാവും. പക്ഷെ ഇത്രയും വലിയൊരു പ്രോജക്റ്റൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അറിയാതെ എവിടേക്കോ ഒരു ചെറിയ ടെൻഷൻ വരില്ലേ? ചിലപ്പോൾ ടെൻഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ടാവും. ഇപ്പോൾ 2 ദിവസം ഞാൻ പാട്ട് കൊടുക്കണം, ഇന്ന സിറ്റുവേഷൻ കിട്ടി, നാളെ അത് കമ്പോസ് ചെയ്തു, മറ്റന്നാൾ അത് റെക്കോർഡ് ചെയ്തു, അടുത്ത ദിവസം റിലീസ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും മലയാള സിനിമയിൽ അത് വളരെ സാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ സമയം വളരെ പെട്ടെന്ന്. ഞാനിത് എക്സാജറേറ്റഡ് ആയിട്ട് പറഞ്ഞാണ്, ഇങ്ങനെ അങ്ങനെയല്ല. എന്നാലും നമുക്ക് വേണ്ടിടത്തോളം നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള സമയം കിട്ടാണ്ട് അതിനു മുമ്പേ തന്നെ പാട്ട് കമ്പോസ് ചെയ്യും, അതിനു മുമ്പ് തന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് കഴിയും, അത് തന്നെ ഷൂട്ടിങ്ങിന് പെട്ടെന്ന് പോവുകയും. പെട്ടെന്ന് ഗിരീഷേട്ടനെ ഓർത്തു, ആ പാട്ടോ 5 മിനിറ്റ് ഞാൻ എഴുതി, കുട്ടൻ കമ്പോസ് ചെയ്തു, പാട്ട് വന്നു, അത്രേ ഉള്ളൂ, ഇങ്ങനെ പറയുമായിരുന്നു ഗിരീഷേട്ടൻ. ഗിരീഷേട്ടൻ ജീനിയസ് ആയത് കാരണം അദ്ദേഹത്തിന് അത് സാധിച്ചിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ വളരെ പൊന്നോമനയായിട്ടുള്ള ഒരു പുത്രനായതുകൊണ്ട്. വേറൊരു പുത്രനാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത്. ഗിരീഷേട്ടനാണെന്ന് ഞാൻ ഒരു രീതിയിലും ഗിരീഷേട്ടൻ്റെ ടാലൻറ്റുമായിട്ട് ഞാനൊക്കെ എത്രയോ 7 അയലത്തപ്പുറത്ത് നിൽക്കേണ്ട ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹി വാസ് എ ജീനിയസ്. ഒരു വലിയ ചിന്തകളുള്ള ഒരാളായിരുന്നു. അത് എത്രത്തോളം ആൾക്കാരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിഞ്ഞില്ല. അമ്മ മഴക്കാർ എത്ര സമയം എടുത്തു കുട്ടൻചേട്ടാ? എങ്ങനെയായിരുന്നു ആ ഒരു ജനനം? അമ്മ മഴക്കാർ എന്നുള്ള പാട്ട് എഴുതാനായിട്ട് ഈ പറഞ്ഞ പോലെ ഗിരീഷേട്ടൻ ഒരു പക്ഷേ 10 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ.
നമിച്ചു. അപ്പോൾ അതിൻ്റെ ഈണം ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിരീഷേട്ടന് അതൊക്കെ വളരെ മാത്രമല്ല, പക്ഷേ ഈ 10 മിനിറ്റ് ഗിരീഷേട്ടനിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മളൊരു 3-4 ദിവസം നമ്മൾ കാത്തിരിക്കണം. ഗിരീഷേട്ടൻ പറയുന്ന എല്ലാ കാര്യവും നല്ലതും ചീത്തയും ഒക്കെ നമ്മൾ കേട്ട് നമ്മളത് വളരെയധികം രാവും പകലും ഒക്കെ. പക്ഷേ ആ രാവും പകലുകളിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് മലയാളത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. മലയാളത്തിൽ എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗിരീഷേട്ടനാണ്. മലയാള കവിത, അതുപോലെ ചെറുകഥ, മറ്റ് സാഹിത്യ കൃതികൾ, ഇതിലൊക്കെ കൂടെയുള്ള ഒരുപാട് യാത്രകൾ നമ്മൾ ഈ കമ്പോസിങ് സെഷൻസിലൂടെ നടക്കും. അതിലൊരുപാട് പുതിയ വാക്കുകളെ കുറിച്ച് പറയും. ഗിരീഷേട്ടൻ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു 12-13 ഡയറികളുണ്ട്. ആ ഡയറികളിലെല്ലാം ഇപ്പോൾ സമകാലീനമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗഹനമായിട്ടുള്ള ഒരു റിസർച്ചും അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ നോട്ട്സുമാണ്. അപ്പോൾ അത്രയ്ക്കധികം മലയാളത്തെയും മലയാള സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആളാണ് ഗിരീഷേട്ടൻ. അമ്മ മഴക്കാരെന്ന് പറയുമ്പോൾ എല്ലാ മലയാളിയും നമുക്കൊക്കെ ഒരു എന്താ പറയണ്ട, അമ്മയെ എപ്പോഴും നമ്മൾ ഓർക്കും. എന്നാലും ഓർമ്മിപ്പിക്കുന്ന പാട്ട്, നമ്മളെപ്പോഴും താലോലിക്കുന്ന ഒരു പാട്ട്. കുട്ടൻ ചേട്ടൻ എപ്പോഴും അമ്മയെക്കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. അപ്പം ആ ഒരു കമ്പോസിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അമ്മയെപ്പറ്റി നമ്മളൊരു പാട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മയെക്കുറിച്ച് ഓർക്കൂ എന്ന് ഒരു അവസ്ഥയാണെങ്കിൽ അത് ഒരു മോശം അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അമ്മയെപ്പറ്റി അധികം ഓർക്കാത്തവർക്കും അമ്മ അടുത്തില്ലാത്തവർക്കും അമ്മ അങ്ങ് ദൂരെയാണ്. ഫീൽ ചെയ്യും കുട്ടൻ ചേട്ടാ, ബിക്കോസ് അതാ ഞാൻ പറഞ്ഞത്, ഫീൽ ചെയ്യും. ആ ഒരു ഫീലിംഗ് അമ്മ എന്ന് പറയുന്നത് അതല്ലേ ലോകത്തെ ഏറ്റവും പ്രിസ്റ്റീനായിട്ടുള്ള, ഏറ്റവും ശുദ്ധതയാർന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അമ്മയെക്കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്ത എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എനിക്ക് തന്ന സ്നേഹമാണ്. അത് നിറഞ്ഞ സ്നേഹമാണ്, അൺകണ്ടീഷണലായിട്ടുള്ള. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ സെൽഫിഷായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ പ്രത്യേകതയുണ്ടെന്ന്. കുട്ടൻചേട്ടൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ ബോൾഡായ ലേഡിയാണ്, അഡോറബിൾ, വളരെ ബെസ്റ്റ് കുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും പണ്ട് കാലത്ത് സ്ത്രീകൾ, ഇന്നൊക്കെ നമ്മൾ റോഡിലിറങ്ങി ഒരുപാട് പേര് ഡ്രൈവ് ചെയ്യും. പക്ഷെ അന്ന് തിരുവനന്തപുരത്ത് തന്നെ വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾ വളരെ വിരളമായ ആ ഗ്രൂപ്പിൽ ഒരാളാണ്. അങ്ങനെ ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്. അപ്പം ആ കാലത്തെ അമ്മ പാട്ട് പഠിപ്പിക്കാൻ പോകുന്നതും ആ ഒരു എക്സ്പീരിയൻസ്. അമ്മ ഒരുപാട് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവൽസിനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ അട്ടക്കുളങ്ങര സ്കൂളിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഡിസ്ട്രിക്റ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ഞാനൊരു 6-7 വയസ്സ് തൊട്ട് തന്നെ യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയതാണ്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, അതുപോലെ കവിതയുടെ ആലാപനം, ഇതൊക്കെ വയലാറിൻ്റെ ആത്മാവിൽ രചിത, അതൊക്കെ സ്ഥിരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കവിതകളാണ്. അതുപോലെ തോടി രാഗത്തിനോട് എനിക്ക് വളരെ പ്രത്യേക ഇഷ്ടമായതുകൊണ്ട് ആ തോടി രാഗത്തിലുള്ള കൃതികളായിരിക്കും മിക്കവാറും എല്ലാ കോമ്പറ്റീഷനും പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്രാവശ്യങ്ങളാണ്, 4 പ്രാവശ്യം യൂത്ത് ഫെസ്റ്റിവലിന് ബാക്ക് ടു ബാക്ക്, സ്റ്റേറ്റ് അവാർഡാണെങ്കിലും 6 പ്രാവശ്യം, എല്ലാം ബാക്ക് ടു ബാക്ക്, എല്ലാം ഇങ്ങനെ എണ്ണങ്ങളാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ പറയുന്ന അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ, പക്ഷേ ഇന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയാണോ? കുറച്ചുകൂടെ അപ്പീലിന് പോവുകയും കോടതിയും അങ്ങനെയൊക്കെ കേൾക്കുന്നില്ലേ? നമുക്ക് എല്ലാത്തിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ജയന്തി. അപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവിനെ മാത്രം അതിനെ മാത്രം സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് യുവജനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ഇപ്പോഴും എൻ്റെ കുട്ടിക്കാലത്തുള്ള യുവജനോത്സവങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു ചിരി വരും, കാരണം മനസ്സിലൊരു ചിരി വരും. കാരണം അത്രയും ഒരു സുഖകരമായിട്ടുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. അവിടെ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, കൂട്ടായ ഫ്രണ്ട്ഷിപ്പുകൾ, പുതിയ ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടെത്തുന്ന ഒരു അറേനയാണ്. അവരൊക്കെ പിൽക്കാലത്ത് വളരെ വലിയ ഫ്രണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനും ശങ്കരൻ നമ്പൂതിരിയും ശ്രീവത്സനും ഒരേ വർഷം കോമ്പറ്റീഷന് നമ്മൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. ശങ്കരന് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു, എനിക്കും ശ്രീവത്സനും ബ്രാക്കറ്റഡ് ആയിട്ട് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മൾ അത്രയും നല്ല ഫ്രണ്ട്സാണ്. ശങ്കരനായാലും ഇന്നും അതേ തരത്തിൽ അത് ഓർക്കുകയും ചെയ്യുന്നു. പിന്നെ ശങ്കരൻ എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്, ശ്രീവത്സൻ എൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ
പല നല്ല പാട്ടുകളും വളരെ നല്ലതാണെന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്. അതുപോലെ ശ്രീവത്സൻ്റെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അതുപോലെ സോപാനം എന്നുള്ള സിനിമയിൽ ശ്രീവത്സൻ ചെയ്ത പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. ഇപ്പം വീണ്ടും അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എപ്പോഴോ ഏതോ ഒരു എനിക്ക് തോന്നുന്നു കുട്ടൻചേട്ടൻ്റെ ആ ഒരു ഏതോ ഒരു സെലിബ്രേഷന് പഴയ മിനിസ്റ്റർ ഗണേഷ് കുമാർ സർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇന്നാണ് നിങ്ങൾക്കെല്ലാം ചോക്ലേറ്റ് കേക്കും പലതരത്തിലുള്ള കേക്കുകൾ പരിചയപ്പെടുന്നത്, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന കേക്ക് ഞാൻ കഴിച്ചത് MJ ചന്ദ്രൻ സാറിൻ്റെ കുട്ടൻചേട്ടൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണെന്ന്. അപ്പം എങ്ങനെയായിരുന്നു അന്ന് ഇത്രയും അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുട്ടൻചേട്ടൻ്റെ കുട്ടിക്കാലത്ത് എങ്ങനെ അതിനെ നോക്കിയാണ്? അമ്മ ശരിക്കും മലേഷ്യയിലാണ് ജനിച്ചു വളർന്നത്. അമ്മയുടെ അച്ഛന് മലേഷ്യയിലായിരുന്നു ജോലി. അപ്പോൾ 21 ഏകദേശം 20-21 വയസ്സായപ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം മദർലാൻഡിനെ കണ്ടിട്ടില്ല അമ്മ. അതൊരു അപ്പം അത് കാണാനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആളാണ് അമ്മ. ശരി. പക്ഷെ അതിനിടയിൽ ഒരു 3 മാസത്തെ ആ ഇടവേളയിലാണ് ശരിക്കും അച്ഛൻ്റെ കല്യാണം വരുന്നതും അങ്ങനെ കല്യാണം കഴിക്കുന്നതും. അമ്മ മോൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് നിറയെ കേക്ക് തന്നിട്ടുണ്ട് കുട്ടൻചേട്ടൻ വണ്ണം വെക്കാൻ വേണ്ടി. വണ്ണം നമുക്ക് രണ്ടുപേർക്കും കുറവല്ല. ജയന്തി കേക്കാണോ വേറെ എന്തെങ്കിലുമാണ് കഴിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കേക്ക് ഒരു കാരണം തന്നെയാണ് തീർച്ചയായിട്ടും ഞാനിങ്ങനെ തടി വയ്ക്കാനായിട്ട്. കുട്ടൻചേട്ടനെ ഒരു അറബിയുടെ രൂപത്തിൽ കണ്ടു. ശരിക്കും നമ്മൾ അറിയാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പോകും. ഭയങ്കര നന്നായിരുന്നു ആ ഡ്രസ്സ്. എങ്ങനെയാണ് അതെന്തായിരുന്നു? ആ ഒരു ഏതെങ്കിലും ഒക്കേഷനോ അതോ വെറുതെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നോ? ഞാനും എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, അദ്ദേഹത്തിനെ എല്ലാവരും വിളിക്കുന്നത് BBK എന്നാണ്, B ബിജുകുമാർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്. ഒരു വളരെ അറിയപ്പെടുന്ന മാത്തമാറ്റീഷ്യനാണ്, ടീച്ചറാണ്. അപ്പോൾ ബിജുവും എനിക്കറിയാം തിരുവനന്തപുരത്തുകാരെല്ലാം നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇനിയിപ്പോൾ ഉള്ള ജനറേഷൻ കണക്ക് പഠിക്കുന്ന ബിജു സാറിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ ബിജുവും ഞാനും സ്കൂളിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ദുബായ് പോകുമ്പോൾ മിക്കവാറും ബിജു എൻ്റെ കൂടെ വരാറുണ്ട്. അതുപോലെ ദുബായിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട വേറൊരു സുഹൃത്തുണ്ട്, മനോജ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഈ ഡെസേർട്ടിൽ ഒരു റൈഡിനായിട്ട് അങ്ങനെ ഡ്യൂൺസ്, സാൻഡ് ഡ്യൂൺസ് ബാഷിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും അവിടെ നമ്മൾ വഴിയിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മലയാളിയുണ്ട്. അപ്പോൾ അവരവിടെ ഇങ്ങനെ അറബി വേഷങ്ങൾ അവർ വിൽക്കുന്നുണ്ട്, ആ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ ഇത് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകസ്മികമായിട്ട് അത് ഇട്ട് നോക്കിയത്. അപ്പോൾ ഇട്ടപ്പോഴത്തേക്കും ബിജുവും മനോജും പറഞ്ഞത് നന്നായിരിക്കും, ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആ വസ്ത്രം ഇട്ട് തന്നെയാണ് പിന്നെ ബാക്കിയുള്ള യാത്രയൊക്കെ നടത്തിയത്. അപ്പോൾ അത് വളരെ എന്താണ് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വെറുതെ ഇട്ടതാണ്. അത് ഇത്ര അധികം ആൾക്കാർ കാണുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഒരുപക്ഷെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുള്ള പോസ്റ്റിൽ ഏറ്റവും അധികം ലൈക്ക് കിട്ടിയത് ഭയങ്കര രസമായിരുന്നു. നമ്മളത് കാണുമ്പം പെട്ടെന്ന് നമ്മളൊരു സിനിമയെക്കുറിച്ച് കുട്ടൻചേട്ടനും ഇനി അടുത്ത സിനിമയാണോ പെട്ടെന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ഒരു ഭയങ്കര മെസ്സേജായിരുന്നു അതിൽ. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞപ്പോഴാണ് ബിജു സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലരും നമ്മൾ പലയിടത്ത് എത്തുമ്പോഴും പല സുഹൃത്തുക്കൾ പല കാരണങ്ങൾ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഗ്യാപ്പ് വരാം. ചിലപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് പറ്റില്ല. പക്ഷേ കുട്ടൻചേട്ടൻ ഇറ്റ്സ് വെരി കമൻറ്റബിൾ. ഏത് ഫംഗ്ഷനും അദ്ദേഹത്തിൻ്റെ ഇടം വലം ഇങ്ങനെ ഈ സുഹൃത്തുക്കൾ അതെല്ലാം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. എങ്ങനെ അതിപ്പോഴും എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നു? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രം പോലെയാണ്. നമുക്ക് ചിലപ്പോൾ പകലിൽ നമുക്ക് ഈ നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല, പക്ഷേ രാത്രിയാകുമ്പോൾ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ പകലെന്ന് പറയുന്നത് പക്ഷെ നക്ഷത്രങ്ങൾ എണ്ണിയാൽ തീരില്ല. കുട്ടൻചേട്ടന് എണ്ണിയാൽ ഒടുങ്ങുന്ന, അതായത് വളരെ കുറച്ച് തിക്ക് ഫ്രണ്ട്സ്, അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ഐ ഹാവ് വെരി ഫ്യൂ ഫ്രണ്ട്സ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതെനിക്ക് വലിയൊരു കമൻറ്റ്. താങ്ക് യു സോ മച്ച്. പാട്ട് പഠിച്ചു തുടങ്ങിയത് കുട്ടിക്കാലം.